നിങ്ങളെ മക്ക പായൽ മൂത്ര ಬಿತ್ತರಾರ അല്ലെങ്കിൽ ആ പായൽ മൂത്ര ಬಿತ್ತರೆ മക്കളെ ಬಗ್ಗೆ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ തലചൊറിഞ്ഞു കൊള്ളാറ അങ്ങനത്തെ പേരൻസ് കേട്ടിക്കറി ഈ വീഡിയോ. ഹായ്, ഖലീൽ ഇബ്രാഹിം, എൻലൈറ്റ് ഇന്ത്യ. ബെഡ് വെയിറ്റിംഗ് എന്യൂറസസ്ன்றது സൈക്കോളജിക്കലി ചൊല്ലാറதுக்கு, അതായത് മൂത്ര ഉറങ്ങി പാടെ ബെഡിൽ ഇങ്ങനെ മൂത്ര വീത്തിക്കൊണ്ടിരിക്കറ്. അത് എത്ര വർഷം തീന്നിട്ടും അത് ബിലിബിലിബിലിബിലായിട്ടും 10 വർഷം 12 വർഷം ആയിട്ട് പോലും നിൽക്കാത്ത മക്കളതിലും കുറേ പേരൻസ് ഇപ്പം ടെൻഷനിലുള്ളാറ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ മക്കളതിൽ അത് എന്തൊരു ചെന്നിട്ടു ഒന്ന് നമുക്കൊന്ന് പഠിക്കാം. റൈറ്റ്, അത് 2 ടൈപ്സ് ഉണ്ട്. എന്യൂറസിസ് 2 ടൈപ്സ് ഉണ്ട്. ഒന്നും ബയോളജിക്കലി എന്തെങ്കിലും ഇഷ്യൂ ഇന്ന കാരണം കൊണ്ടിട്ടു ഈ മൂത്ര എന്തിനാണ്ടിക്കറ് അരഞ്ഞോണ്ടിക്കറ്. അത് ചെന്നെങ്കിൽ ഈ യൂറിൻ പ്ലാഡർ ಗಟ್ಟಿ ചില മക്കളതിലല്ല ಗಟ್ಟಿಯವರೆಲ್ಲ ಲೇಟ್, ಅದು ಬೇಗ ಗಟ್ಟಿಯಾವಿಲ್ಲ. അപ്പം അതിൽ ഈ ಗಟ್ಟಿ ആവുക എന്തിനാ ಅವರು ടൈം പിടിക്കരുത്. അപ്പം അങ്ങനത്തെ മക്കളതിൽ എപ്പാണ്ടല്ല ഉറക്കലുണ്ടല്ല അല്ലാത്ത ടൈമിലും അങ്ങനെ മൂത്ര ഇന്നർ വെയറിൽ ഇങ്ങനെ അരഞ്ഞുകൊണ്ടിരിക്കരുത്. അല്ലെങ്കിൽ അങ്ങനെ ഇന്നർ വെയർ ജസ്റ്റ് സ്മെല്ലാക്കിയെങ്കിൽ അതിന് മൂത്ര അത് സ്മെല്ല് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം അത് ചെന്നെങ്കിൽ അത് ബയോളജിക്കലി ഈ ಅದರ അയന്യൂറസിസറെ ആ ഒരു റീസൺ ആയിട്ടിക്കറ് ഒന്നും. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂ വന്നെങ്കിൽ നല്ല ഒരു യൂറോളജിസ്റ്ററെ പോയിട്ട് കാട്ടുறதாയിട്ടിക്കറ് ಅದರ സൊല്യൂഷൻ. അരെ യൂറോളജിസ്റ്ററെ പോയിട്ട് കാട്ടിട്ട് ಅದಕ್ಕೆ ಬೇನಾയ ട്രീറ്റ്മെൻറ്റ് എടുக்கிறതായിട്ടിക്കറ് ബെസ്റ്റ്. രണ്ടാമത്തേത് ചെന്നെങ്കിൽ സ്ട്രെസ്സിൽ വേണ്ടത്. ഈ സ്ട്രെസ്സിൽ ചെന്നെങ്കിൽ ഈ ചിലപ്പോൾ ചില മക്കൾക്ക് സ്കൂളിൽ ഭയങ്കര സ്ട്രെസ് ഇക്കറ്, അല്ലെങ്കിൽ ഫാമിലി സംബന്ധമായിട്ടുള്ള വലിയ സ്ട്രെസ് ഇക്കറ്, അല്ലെങ്കിൽ മക്കൾക്ക് വേറെ എന്തെങ്കിലും മക്ക തമാസാക്കര വിഷയത്തിൽ ഇതിലെന്തെങ്കിലും ടെൻഷൻ ഇക്കറ്, അതല്ലെങ്കിൽ പഠിപ്പുറ ಬಗ್ಗೆ ടെൻഷൻ ഇക്കറ്. അപ്പം അങ്ങനത്തെ മക്കൾക്കും ഇത് ബറಗು ಚಾನ್ಸಸ್ ಯಾರ ಕಾರಣ അതല്ലെങ്കിൽ ഈ കൂടകുള്ള കാരണം എന്താ തോന്നുന്നുണ്ട് ഇങ്ങനത്തെ മക്കൾക്കല്ല. എപ്പോഴെങ്കിലും മൂത്രം ഇങ്ങനെ ബീത്തിട്ടിക്കറാറ്, ബീത്തിട്ടിന്നതുക്ക് ഉമ്മ അല്ലെങ്കിൽ ഔത്രങ്ങ അല്ലെങ്കിൽ അവൻ്റെ ബ്രദേഴ്സാ സിസ്റ്റേഴ്സാ ഇങ്ങനെ തമാസാക്കിക്കൊണ്ടിരിക്കറാറ്. അപ്പം ഈ തമാസാക്കുമ്പോൾ തിങ്കെന്തര ಅವರು പിന്നെയും ഇതിരിങ്ങ ನಾನು ಮೂತ್ರ ಭೀತಿ ಉಂಟೆ ಉಳ್ಳೆಲ್ಲ ಅದല്ലെങ്കിൽ ನಂಗೆ ಎಂದರಾಕರ ಬೇರೆ എന്തെങ്കിലും വിഷയത്തിൽ നിക്ക് മൂത്ര ഭീത്തോ ಅದಕ್ಕೆ ಇದಕ್ಕೆಲ್ಲ ತೀರ್ರ ಪಾಯಿಲ್ നിക്ക് ബാക്കിയെല്ലാത്തക്ക് നിക്ക് ആ ടൈപ്പുള്ള ഞങ്ങൾ അങ്ങനെ എന്തിനാക്കറ ഒരു ഇൻസൾട്ട് പോലെ ആക്കിയിട്ട് ഞങ്ങൾ പൽക്ക വர்ற. അതല്ലെങ്കിൽ ഇങ്ങനെ സിസ്റ്റേഴ്സാ ബ്രദേഴ്സാ അങ്ങനെ ನೇಬರ್ಸರ ಮಲ್ಲ ಕ್ಲಾಸ್ಮೇಟ್ಸಿലുള്ള മക്കളൊട്ടിಗೆ ಅವನು ಎಂದರೆ പേര് അവനിಗೆ എന്തെങ്കിലും മേൽപ്പേര് ಹೊರಕಲ್ ಮೂತ್ರ ಎಂದರೆ ಪಾಯಲ್ ಮೂತ್ರ ಇತ್ರವನು അല്ലെങ്കിൽ പാമ്പസ് ഇട്ടിട്ട് കിടக்கிறവನು ചെന്നിട്ടു അങ്ങനെയുള്ള തമാസാക്കർ. അപ്പം ഇങ്ങനത്തെ മക്കളുള്ള അവസ്ഥ ചെന്നെങ്കിൽ അതൊരു സ്ട്രെസ് ആയിട്ടിക്കറ് ഈ മൂത്ര ബീത്തിട്ട് പോകേണ്ടത് അത് ഇത്. അപ്പം അവിടെ ഈ ഉറങ്ങുമ്പോഴത്തേക്കു അങ്ങനെ ലാസ്റ്റ് തിങ്സ് പോകേണ്ട എന്തരേ നാളെ ബീത്തുവേ നാളെ എന്തെങ്കിലും പറച്ചൽ തിന്നോണ, നാളെ നൻ്റെ ഒട്ടിക്ക് ഒല്ലി നൻ്റെ ഒട്ടിക്ക് കൽക്ക് പട്ടുക, അങ്ങനെ ആക്കുക ഇങ്ങനെ ആക്കുക ചൊല്ലെ ആ ഒരു എന്തൊരു സ്ട്രെസ്സിലേ ആയിട്ടിക്കരെ അങ്ങ് എന്തൊക്കെ ഉറങ്ങറ്. അപ്പോൾ ഒരാളുടെ തിങ്കറ് ലാസ്റ്റത്തെ പ്രോസസ്സ് എന്താ അതേ ആയിട്ടിക്കറ് പ്രോസസ്സ് നടക്കറല്ലേ. ഓക്കെ, അപ്പം ഈ ടൈപ്പിൽ പോയ മക്കൾക്ക് എന്തായാലും എന്തൊരായിട്ടിക്കറാറ് മൂത്തറ ഭീതിട്ടിക്കറാറ്. അതിലും പ്രത്യേകിച്ചിട്ട് ഞങ്ങൾ ഒന്നും ശ്രദ്ധിക്കാനായത് ഈ പഠിപ്പിലും ഭയങ്കര ബാക്ക്വേർഡ് ആയിട്ടുള്ള മക്കറാറ്. ഇതിപ്പോൾ ഞങ്ങൾ ക്ലിനിക്കിಗೆ ಬಂದോട്ടുള്ള ಯಾರತ್ತೆ ഈ 15 ഇയേഴ്സിൽ വന്ന് ನಾನು ಕಂಡ ആയിരക്കണക്കുള്ള മക്കളതിലും ಯಾರತ್ತത് വന്നിര നണ്ടൊട്ടിಗೆ ഈ മൂത്ര പായൽ മൂത്ര ಬಿತ್ತರಾറ് ചൊന്നിട്ടായിട്ടിക്കറ നണ്ടൊട്ടിಗೆ ಬಂದതും. റൈറ്റ്, അപ്പം ആ ಬಂದതിലും എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ ടെസ്റ്റ് ആക്കിയിട്ട് നോക്കുമ്പോഴത്തേക്കും അങ്ങനെ പഠിപ്പിലും ബേസിക് 5ാം ക്ലാസ് 8ാം ക്ലാസ് 7ാം ക്ലാസ് ഇക്കറാറങ്ങ ಅಂಕೆಂದರೆ ಕೂಟಿಟ್ಟು ಬಾಯ್ಕಿಗೂ ಮೆಲ್ದೋಗ ಅದು ಇದಿಲ್ಲ ಎಲ್ಲಾತಲೂ ಭಯಂಕರ ಪ್ರಾಬ್ಲಮ್. ಆದರೆ ಅದಕ್ಕುள்ளே ರೆಮಿಡಿ കൊടുത്തിട്ടു ആ റീഡിങ് റൈറ്റിംഗ് അത് ഇതെല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി മൂത്രം ഇല്ലൊന്നും ഇല്ല. കാരണം എന്തരೈತೆ ಅಂಕ സ്ട്രെസ് ഇല്ലാണ്ടായിട്ട്. ഓക്കെ, റൈറ്റ്. അപ്പം അങ്ങനത്തെ ഏതെങ്കിലും അനുഭവിക്കറ് ഏതെങ്കിലും മക്ക അത് ഇതല്ല ഇന്നെങ്കിൽ ഞങ്ങൾ യാറങ്ങനെ ബ്ലെയിം ആക്കാണ്ട് അങ്ങനെ നേരെ ഒരു എന്തൊരു നിസാറാക്കാണ്ട് അങ്ങക്ക് നല്ല ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ചൈൽഡ് സ്പെഷ്യലൈസ് ആയിട്ടുള്ള നല്ല ഒരു സൈക്കോളജിസ്റ്റ് പോയിട്ട് കൺസൾട്ട് ആയിട്ട് അതിന് സൊല്യൂഷൻ എടുക്കുന്നതായിട്ടേക്ക് ബെസ്റ്റ്.
Okay, nice to meet you. See you again. Bye bye.